ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ, എപ്പിസോഡ് നമ്പർ 3 ഓഫ് തായ്ലൻഡ് യാത്ര ഡേ 2. ഇന്ന് നമ്മൾ മെയിൻലി ഈ എപ്പിസോഡിലുള്ളത് ഈ ആന ഷോൻ്റെ കണ്ടിന്യൂഷനാണ്. ആനകൾ കുറേ പരിപാടികൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല രസമുണ്ട് ആന ഷോ. ആക്ച്വലി നമ്മൾ വന്ന സമയത്ത് തന്നെയായിരുന്നു ആന ഷോ. അപ്പം നേരെ നമ്മൾ ഓടിക്കേറി ആന ഷോ കണ്ടു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിൽ ആനകൾ കണ്ട ഓരോരോ സർക്കസുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ 4 ആനകളാണ് മെയിനായിട്ടുള്ളത്. വേറെ ഒരു ആന കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരാന ഇടയ്ക്ക് വന്ന് പോയത്. ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ കാണിക്കുന്ന പരിപാടി. ഇനി പല പല സംഭവങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നുണ്ട് ആനകളുടെ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുൾ ആന ഷോ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്ര റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആനകൾ പോയി. ഇനിയിപ്പോൾ വേറെ എന്താണോ വരാൻ പോകുന്നത്. വേറെ സംതിങ് ഈസ് കമ്മിങ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആനകൾ എനിക്ക് തോന്നുന്നു ആ 3 സ്റ്റൂളും ഇരിക്കും. സ്റ്റൂളും ഇരുന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാണിക്കാൻ എനിക്ക് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് സീ. അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. 2 കാല് വെച്ചിട്ട് പതുക്കെ കയറുന്നു. 4 കാലും കയറ്റി. ഓക്കെ, തലയിട്ടാട്ടണുണ്ട്. ഓ 2 കാലിൽ നിൽക്കണം. നൈസ്. എനിക്ക് അങ്ങനെ പടം വരയ്ക്കാണെന്ന് തോന്നുന്നു. സംതിങ് ഹി ഈസ് ഡ്രോയിങ്. അതിനുള്ള ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ചേട്ടൻ ഒരു സാധനം വെച്ച് ബ്രഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. പതുക്കെ അതിന് തുമ്പിക്ക വെച്ചിട്ട് ആന വരയ്ക്കുകയാണ്. നീല കളർ തടാക എന്തോ വരയ്ക്കുന്നുണ്ട് ആന. നമുക്കെന്തായാലും ലാസ്റ്റ് അതിൻ്റെ ഫുള്ള് ക്ലിയർ പിക്ചർ കിട്ടും എന്ന് വിചാരിക്കാം. അവർ കാണിക്കുകയും ലാസ്റ്റ് പിക്ചർ എന്തായാലും കൊള്ളാം. ആന വരച്ച പടം അമേസിങ്. എന്തായാലും കൊള്ളാലേ, എനിക്കിഷ്ടമായി. എന്തായാലും ഈ 2 ചേച്ചിമാർ വന്ന് കൈ കൊട്ടുന്നുണ്ട്. എന്തൊക്കെയോ അവർ കാണിക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു. അറിയത്തില്ല, നോക്കാം. അവിടെ റൈറ്റ് സൈഡിലൊരു ബാസ്കറ്റ് ബോൾ പോലത്തെ എന്തൊരു സെറ്റപ്പാണ്. ആന കുറച്ച് സാധനങ്ങളായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആന അതിലോട്ട് എറിയാൻ വല്ലതുമായിരിക്കും. നോക്കാം എന്താണെന്ന്. അവിടെ നിന്ന് വിളിച്ചു വരുത്തി ഇത് എറിയിപ്പിക്കുകയാണ് ബാസ്കറ്റ് ബോളിൻ്റെ സാധനത്തിലേക്ക്. ഒരു പുള്ളി കറുത്ത ഡ്രസ്സിട്ട ചേട്ടൻ ഓഡിയൻസിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ഈ പുള്ളി ആനനെ കൊണ്ട് എറിയിപ്പിക്കുകയാണ്. അത് കൊണ്ട് കഴിഞ്ഞാൽ ചേച്ചി വെള്ളത്തിലേക്ക് വിടുന്നു. ഇല്ല, പുറത്തുപോയി. ഇനി മറ്റേ പുള്ളിനെ കൊണ്ട് എറിയിപ്പിക്കുകയാണ്. പുള്ളി കൊള്ളുവാണെങ്കിൽ ആ ചേച്ചി തലത്ത് വീഴും. ഓ നൈസ്, ചേച്ചി തലത്ത് വീഴും. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ വീണ്ടും ആന എറിയുന്നു. എനിക്കൊരു ചാൻസ് കൂടി കൊടുക്കുമായിരിക്കും. എന്താ ചേച്ചി കയറിയിരിക്കാൻ വേണം. കയറി ഇരുന്നിട്ട് എറിയാന്ന് വെച്ചിട്ടായിരിക്കും. ആന എറിയും. നോട്ടെ. ആനറിയാമാണ്. പക്ഷേ പോയില്ല. ആനയ്ക്ക് 2 തെറ്റി. ആന തിരിച്ചു പോകാൻ തോന്നുന്നു. ബൈ. ചമ്മിയ ഒരു ലുക്കിലാണ് പുള്ളി വാരിട്ടാട്ടി പോകുന്നത്. ഏതായാലും കൊള്ളാം. അപ്പോൾ ശരി മോനെ, ഞാൻ ചമ്മിപ്പോയി. ഞാൻ പോവുകയാണ് കേട്ടോ.
അങ്ങനെ പറഞ്ഞിട്ട് ആന പോവാട്. ആനയുടെ വഴിക്ക് പോയില്ലേ, അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ, പോയി. ഇനി എന്താ പരിപാടി? എന്തോ കൈകൊട്ടിപ്പാട്ടും ബഹളമാണോ എന്തേലും നോക്കാം. ഒച്ചയിടാനൊക്കെ പറയുന്നുണ്ട്. We are all united. Are you ready? Hello? Are you ready? 1, 2, 3. Come on, let's go. Thank you for your participation. Everyone, please give yourself a big applause. അടുത്ത പരിപാടി എന്താണാവോ? ആന. ഓക്കെ. 2 ആനകൾ ഫുട്ബോൾ കളിക്കുന്നു. പെനൽറ്റി ഷൂട്ട് ഔട്ട്. റെഡ് ആനയും നീല ആനയും. മറ്റേ താഴെ ആനയുടെ താഴെ മറ്റേ ഇത് ഇട്ടാണുണ്ടോ കാലിൽ 2 ബാൻഡ് പോലെ. ഇപ്പോൾ റെഡ് ആന ആദ്യം വന്ന് അടിക്കും, കഴിഞ്ഞിട്ട് ബ്ലൂ ആന അടിക്കും. ആരയിക്കുന്നതൊക്കെ റെഡ് ആന അടിക്കാൻ സീൻ നൈസായിട്ട് മെസ്സിനെ പോലെ അടിച്ചാണ്. ഗോൾ പോസ്റ്റിൽ ഗോളിയൊന്നും ഇല്ല, അതുകൊണ്ട് സിമ്പിളായിട്ട് അടിക്കാം. ബ്ലൂ ആനയ്ക്ക് അടിക്കാൻ പറ്റിയില്ല. എന്തായാലും ഇനി 2 5 ശരിക്കും പെനാൽറ്റി വരണേ അങ്ങോട്ട്. റെഡാനയ്ക്ക് എന്തൊരു അഹങ്കാരമാണ്. സീൻ ബാക്ക് കാലോട്ടൊക്കെ അടിക്കുന്നു. എൻ്റെ മോനെ, ബ്ലൂ ആനയും എല്ലാം അടിക്കുമോ നോക്കാം. ചേടാ അയ്യോ, ഇപ്പോൾ അവനോട് റെഡ് അടിക്കുകയാണെങ്കിൽ തീർന്നില്ല കളി. ബ്ലൂ ആനനെ കൊണ്ട് തോറ്റു. ഇത് സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുമോ? സിമ്പിൾ ഷോട്ട്. റെഡ് ആന ജയിച്ച് ബ്ലൂ ആന തോറ്റു. അപ്പോൾ അതാണ് ഈ കളി. ഇനിയിപ്പോൾ എന്താണോ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും മറ്റേ ഈ ആനയുടെ മറ്റേ ഇത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ പരിപാടി കഴിഞ്ഞു, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ആൽഫിൻ ആനയുടെ ഉള്ളിൽ നിന്നൊരു പോസ് തരാണ്. ആൽഫിൻ്റെ ഒരു പോസ്. ഇനി അടുത്തത് ജിതിനും ആനയും തമ്മിലുള്ള ഒരു പോസ് അവർ വെച്ച് നടന്നോളൂ. യെസ് ജിതിൻ പോന്നോളൂ. ജിതിനും ആൽഫിനും കൂടി ഒരു സെൽഫി ക്യാമറ എടുക്കാൻ നോക്കുകയാണ്. ഇത് ഞാനാണ്. ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. ഇതിൻ്റെ അടുത്ത് ഇത് സീകളാണെന്ന് തോന്നുന്നു സാധനം. ഇതിൻ്റെ ഒരു ഷോ വരുന്നുണ്ട് പെൻഡിങ്ങിൽ. നമുക്കിനി വേറെന്തോ ഒരു പൊട്ടാസും ഒരു TNT ഒക്കെ വെച്ചിട്ടുള്ളൊരു ഷോ ഉണ്ട്, അതിന് പോകാം. ഇതാണ് ബേസിക്കലി ആ ഷോ. നമുക്കൊന്നും ആക്ച്വലി മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടുന്നു, എന്തൊക്കെയോ പൊട്ടുന്നു, അങ്ങനെയൊക്കെയാണ് ബേസിക്കലി. ഇപ്പോൾ ഇവർ കുറച്ച് പേര് കിടന്ന് അങ്ങോട്ട് കൂടുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എവിടെയൊക്കെ പടക്കം പൊട്ടിരിക്കും. ആ നടുക്കിലിരിക്കുന്ന ഫുള്ള് സാധനങ്ങൾ പോകുമ്പോൾ പിന്നെ മുകളിലൊരു ഹെലികോപ്റ്റർ, സൈഡിലൊരിത്, കുറേ സാധനങ്ങളുണ്ട്. മിക്കവാറും ഇതെല്ലാം പൊട്ടും കണ്ടിട്ട്. ഈ ഒരു അറ്റ്മോസ്ഫിയറും ആ ഐറ്റ്നറിയിൽ ഇതിൻ്റെ ഷോയിൻ്റെ ഇതിൽ എഴുതിയേക്കുന്നത് കണ്ടിട്ട് ഫുള്ള് പൊട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവർ മൊത്തത്തിലൊരു യുദ്ധമയമാണ് പരിപാടി ആണ് ഈ ഷോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇവർ മറ്റേ ഡെമോ എന്നുള്ള രീതിയിൽ ഇനീഷ്യലി അങ്ങോട്ട് ഓടണ്ടാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓരോന്ന് അവിടെ നിന്നൊക്കെ പൊട്ടും. ഇതൊക്കെ തന്നെ പരിപാടി. വെറുതെ ആൾക്കാരെ കൊണ്ടിരുത്തി ഇങ്ങനെ 1000-1500 എന്തോ ആണ് ഈ മൊത്തം പരിപാടിക്ക്. ഒരു പുള്ളി അങ്ങോട്ട് ഓടണം, ഒരു പുള്ളി മോളിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അവിടെ ഒരു സാധനം പൊട്ടി. ഇപ്പം എന്തെങ്കിലുമൊക്കെ പൊട്ടും. ഹെലികോപ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട് മുകളിൽ. മിക്കവാറും ഹെലികോപ്റ്റർ പൊട്ടുമായിരിക്കും. അതായിരിക്കും നടക്കാൻ പോലെ. പൊട്ടിയില്ലേ? കണ്ട അത് പൊട്ടി, അത് താഴേക്ക് പോയി. അങ്ങനെ ഫുള്ള് ഈ പൊട്ടിച്ച് കളിക്കാന്നുള്ളൊരു പരിപാടിയാണ്
എനിക്ക് മനസ്സിലായത്, എനിക്ക് ഇതിൻ്റെ അർത്ഥമോ ഇതെന്താ ചെയ്യണേ എന്നൊന്നും മനസ്സിലായില്ല. ചുമ്മാ അങ്ങനെ കണ്ടു, വീഡിയോ എടുത്തു, അത്ര തന്നെ. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ കത്തി, ഇവിടെ കത്തി, ഇതൊക്കെ തന്നെ പരിപാടി. ഇതന്നെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഈ പരിപാടി. അരമണിക്കൂർ ഇപ്പോൾ നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ ബോറടിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അരമണിക്കൂർ എന്തോ ഉണ്ട് പരിപാടി. നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. മോളിൽ നിന്ന് അതൊരു പുള്ളി അങ്ങോട്ട് നടക്കണു, ഇങ്ങോട്ട് നടക്കണു, സംതിങ്. അതേ എൻ്റെ മോനെ സീൻ അത് കിടുക്കി. അങ്ങനെ കുറച്ച് പൊട്ടിക്കലൊക്കെ കാണാം അവിടുന്ന് ഇവിടുന്നൊക്കെ. അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. ഒരു തീവണ്ടി പോകുന്നു, അതിൻ്റെ മുകളിൽ കാറിലേക്ക് ഇരുന്ന് പോകണ്ടാവും പുള്ളി. പക്ഷേ തീവണ്ടി ഒന്നും പൊട്ടിയില്ലല്ലേ. എൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് തീവണ്ടി പൊട്ടുമെന്നായിരുന്നു. അങ്ങനെ ഇതാണ് ബേസിക്കലി സംഭവം. എനിക്ക് കഴിയാറായി തോന്നുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ പൊട്ടി, അവിടെ പൊട്ടി, കഴിയാറായിട്ടില്ല കഴിയാൻ പോടുള്ളൂ. എന്തായാലും സാധനങ്ങൾ വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ, എന്തൊക്കെയോ സംതിങ് സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞു എന്ന് തോന്നൂല്ലേ, കഴിഞ്ഞിട്ടുണ്ടാവില്ല. ലാസ്റ്റ് നോട്ടാന്ന് തോന്നുന്നു. കഴിഞ്ഞു. ഇനി നമുക്ക് ബേസിക്കലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഫാരി റൈഡാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കും. ഇപ്പോൾ ബേസിക്കലി കുറച്ച് കുരങ്ങന്മാരുടെ ഇവിടെയൊക്കെ സിംഹവും ഇതൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ മെയിനായിട്ടൊന്നുമില്ല. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ, സി യു നെക്സ്റ്റ് എപ്പിസോഡ്.